ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ മുതൽ എന്തായാലും നിങ്ങളുടെ പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റാമെന്ന് ഞാൻ ഷുവർ തരാം കേട്ടോ. കാരണം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൽ അതേപോലെ തന്നെ കട്ടിങ് വീഡിയോയും ഡീറ്റെയിൽ ആയി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ടോപ്സ് ആയിക്കോട്ടെ പാൻസ് ആയിക്കോട്ടെ നമ്മൾ നാലായിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷന് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ്ഫുൾ ആക്കാം. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഫോൾഡിങ് ചെയ്തിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നിനും പറ്റാത്ത പീസാക്കി മാറ്റുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം വീതിക്ക് അനുസരിച്ച് കേട്ടോ. നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിക്ക് അനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിഡ്സിനൊക്കെ ചെറിയൊരു ഫ്രോക്ക് നൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് മെഷർ ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 42 ഇഞ്ചാണ് വേണ്ടത്. 42 ഇഞ്ച് ഉള്ള ഒരു ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുകയാണ്. ബാക്കി വരുന്ന നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് 12.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. 12.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ ആ ഒരു ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മളിവിടെ വീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു 38 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ 4 നമുക്ക് കൂട്ടിയെടുക്കണം. 4 എന്ന് പറയുമ്പോൾ 2 ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും 2 ഇഞ്ച് നമുക്ക് താഴത്ത് ഫോൾഡിങ് വരാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 4 പ്ലസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് പോകുന്നുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കട്ടിങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ 4 പീസിലും അത് അങ്ങനെ കണക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിന് ശേഷം വേണ്ടത് നമുക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയാണ് വേണ്ടത്. ക്രോച്ച് ഏരിയ നമ്മൾ 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ 16 ഇഞ്ച് ആണ് നമ്മൾ ക്രോച്ച് ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് XL ഡബിൾ XL സൈസാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാൻ്റ് ആയിരിക്കും. ഡബിൾ XL സൈസാർക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു പാൻ്റ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ 16 ഇഞ്ചിൽ നമ്മൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മളൊരു L ഷേപ്പിലേക്ക് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് അവിടെയാണ് നമ്മൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു ആം ഹോള് കർവൊക്കെ മാതിരി നമ്മളവിടെയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ഒരു L ഷേപ്പിലേക്ക് നമുക്ക് പുറത്തേക്കൊരു 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കണേ. അപ്പോൾ അവിടെ എത്ര വീതി ഉണ്ട് നോക്കണം. ഒരു 16, 14, 15 ഇഞ്ചോളം നമുക്ക് അവിടെ വീതി വേണം കേട്ടോ. അപ്പോൾ ആ വീതിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ തന്നെ ആ വീതി ഓട്ടോമാറ്റിക് ആ ഒരു വീതി ഉണ്ടാവും നമുക്ക്. അപ്പം നമ്മൾ 3 ഇഞ്ച് വീതിയിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു ക്രോച്ച് ഏരിയ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു 1.5 ഇഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങനെ ക്രോച്ച് ഏരിയ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ആ ഒരു കാൽവണ്ണത്തിൻ്റെ ആ ഒരു വീതിയിലേക്ക് താഴത്തേക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പാൻറ്റിൻ്റെ കട്ടിങ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താഴത്തുള്ള കാലിൻ്റെ ലൂസ് എന്ന് പറയുന്നത് 7 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്, 8 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്. ഇവിടെ ഒരു ഡബിൾ XL സൈസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ലൂസൊക്കെ വേണം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ 8 ഇഞ്ചിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് നമ്മളിവിടെ താഴത്തുള്ള അടി ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു അടി ലൂസിലേക്കാണ് നമ്മൾ ആ ക്രോച്ച് ഏരിയയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ക്രോസ് ആയിട്ട് വരച്ച് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ വര കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അവിടുന്ന് ആ ഒരു ഷേപ്പിൽ അങ്ങനെ വരച്ച് പോവട്ടോ. നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 9 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ ഒരു ക്രോച്ച് ഏരിയയുടെ എൻഡിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് തന്നെ വരച്ച് കൊടുക്കുക. ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആ സ്റ്റിച്ചിങ് വീഡിയോയും കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റിൽ തന്നെ നമ്മൾ പ്ലീറ്റല്ല നമ്മൾ ഓപ്പൺ വന്നിട്ടുള്ള സ്ട്രൈറ്റ് പാൻറ്റ്സ് ഉണ്ടല്ലോ എൻഡിൽ,
നമ്മൾ ആ ലൂസിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണാം. അങ്ങനെ പാൻസിൻ്റെ തന്നെ നല്ല സ്ട്രൈറ്റ് പാൻറ്റിൻ്റെയും പലാസോൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും. ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോകാം കേട്ടോ, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മൾ പേപ്പർ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് പലാസോൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു ക്രോച്ച് ഏരിയയിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് പോവട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം അതും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോവാം. നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കട്ടെ. ആ ഒരു 2 ഇഞ്ച് വീതിയിലുള്ളത് നമുക്ക് കട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഫോൾഡിങ് എളുപ്പമായിരിക്കും. എവിടെയാണ് നമുക്ക് ഫോൾഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, അപ്പോൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യേണ്ടത്. അതൊക്കെ അറിയാം, എന്നാലും ഞാൻ ബിഗിനേഴ്സിനോടാണ് പിന്നെയും പറയുന്നത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ചിടുന്ന സമയത്ത് ചീത്ത വശമായിരിക്കും അകത്തുണ്ടാവുക. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ചിങ് കൊണ്ടുപോകേണ്ടത്. കാരണം അകം മറിക്കുന്ന സമയത്ത് നമുക്ക് നല്ലതാണല്ലോ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കിയിട്ട് അകം ഒന്ന് മറിക്കുന്നത് നല്ലതായിരിക്കും. ബിഗിനേഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഒരു ഭാഗത്തുള്ള ക്രോച്ച് ഏരിയ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗത്തും ഇതേപോലെ നമ്മൾ നിവർത്തിയിട്ടാണെങ്കിൽ 2 ഭാഗത്തും ഇതേപോലെ ക്രോച്ചായിട്ട് കാണാം നമുക്ക്. അതിൽ ഒരു വശം മാത്രമുള്ള ക്രോച്ച് ഭാഗത്ത് നമുക്ക് എന്താക്കാം, ക്രോച്ച് ഏരിയ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ആയിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതാണ്, 4 ഇഞ്ചൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതേപോലെ തന്നെ 2 സ്റ്റിച്ചിങ്ങും കൊടുക്കാൻ പഠിക്കുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ പിന്നി പോവൽ, തുന്നി വിടൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ പോവുക. അതേപോലെ തന്നെ തുമ്പും തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്തും പിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ചിലൊക്കെ വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണേ. അപ്പോൾ ഒരു ഭാഗത്തുള്ള ക്രോച്ച് ഏരിയ 2ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഒരുപാട് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വെറും ഒരു കട്ടിങ് വീഡിയോ ആയിട്ട് പോകുന്ന സമയത്ത് സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാരുണ്ടാവും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിതിൽ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ചിങ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് ഇനി അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുള്ള ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തുള്ള ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് നിവർത്തി വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഫോൾഡിംഗ് ആണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ഫോൾഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു 2 ഇഞ്ചിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫോൾഡിങ് കൊടുക്കുക. പിന്നെ ആ ഒരു ഫോൾഡിങ്ങോട് കൂടി നമുക്ക് 2 ഇഞ്ചിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതിപ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കറക്റ്റായിട്ട് തന്നെ നിന്നോളും. അല്ലാത്ത ക്ലോത്തൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു ഫോൾഡിങ്ങിൽ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ആ ഫോൾഡിങ്ങോട് കൂടിയിട്ട് 2 ഇഞ്ചിലേക്ക് വീതിയിൽ മടക്കിയിട്ട് അടിച്ചാലും മതി കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടും. അല്ലാത്ത സമയത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കേണ്ടൊക്കെ ഒരു ഇതൊക്കെ വരും. കോട്ടൺ ആകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. കോട്ടൺ ആകുമ്പോൾ നമുക്ക് പിന്നെയും കൈമേൽ ഒതുങ്ങുന്ന ക്ലോത്താണ്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ നേരെ നമുക്ക് അടിച്ചു പോകാനേ ഉള്ളൂ. അപ്പം അതടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് എത്ര വീതി വേണം എന്നുള്ളതൊക്കെ
ഓരോരുത്തരുടെ വയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ചിലവർക്ക് ഇലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു 4 ഇഞ്ച് 8 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റിലാണ് അരവണ്ണം അധികം ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ നമ്മുടെ അരവണ്ണത്തിന് അനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു 40 ഇഞ്ച് വീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 32 ഇഞ്ചൊക്കെ ഉള്ള ലെങ്ത്തിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ കറക്റ്റ് ഒരു കുറച്ച് വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇലാസ്റ്റിക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലായിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ആ ഇലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് കളിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഫോൾഡിങ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ആ ഫോൾഡിങ്ങിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് ചുരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക്കിന് മുകളിലായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ആ ക്രോച്ച് ഏരിയ നമുക്ക് ഇതേപോലെ 2ആയിട്ട് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2 സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ 2 ക്രോച്ച് ഏരിയയും നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിൽ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ 2 പാൻസിൻ്റെ 2 കാലായിട്ട് നമുക്ക് കിട്ടും. ഇനി വരുന്നത് നമുക്ക് താഴത്തുള്ള ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കണം. അത് നമുക്ക് എത്ര വീതിയിലാണോ ഫോൾഡിങ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്തൊരു ചെറിയ ഫോൾഡിങ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു 4 ഇഞ്ച് വീതിയിലുള്ള ഫോൾഡിങ് ആണ് ചെയ്യുന്നത്. ഇതേപോലെ 4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഇലാസ്റ്റിക്കിൽ പറഞ്ഞ മാതിരി ചെറിയൊരു ഫോൾഡിങ് ആദ്യം കൊടുക്കില്ല. അതിനുശേഷം 4 ഇഞ്ചിലേക്ക് മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഫോൾഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ ഫോൾഡിങ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് നമ്മളൊരു 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒരു 2 സ്റ്റിച്ചിങ് കൂടി കൊടുത്താൽ നമ്മുടെ പാൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ മെഷീനൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇതുവരെ ഒരു പാൻറ്റ് പോലും തയ്ച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പാൻറ്റ് എന്തായാലും തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് വേണ്ട ആ താഴത്ത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത്, ഒരു 7 ഇഞ്ച് വേണ്ടിയവരാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക, 8 ഇഞ്ച് വീതി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ്ങിൽ കൂടെ നേരെ നമുക്ക് എന്താക്കാം സ്റ്റിച്ച് ചെയ്ത് പോവാം. ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. 8 ഇഞ്ച് കറക്റ്റായിട്ട് ചോക്ക് കൊണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്രോച്ചിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, മൂട് ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അധികം വീതി കൊടുക്കാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുടുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്